ശബരിമലയുടെ ബേസ് ക്യാമ്പായ നിലയ്ക്കലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിൽ വീർപ്പുമുട്ടുകയാണ്. മണ്ഡലകാലം വെളിപ്പാടകലെ എത്തി നിൽക്കുമ്പോഴും മുന്നൊരുക്കങ്ങൾ ഒച്ചിഴയും വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്. വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച വിരിപ്പന്തൽ ഇത്തവണയെങ്കിലും തുറന്നു കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭക്തർ. അരുൺ കുരുങ്ങൂർ ചേർന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, നമുക്കറിയാം മണ്ഡലകാലം ഇങ്ങ് അടുത്തു കഴിഞ്ഞു, പക്ഷേ യാതൊരുവിധ സൗകര്യങ്ങളും അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പോലും ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും ദേവിക, കഴിഞ്ഞ മണിക്കൂറിൽ ആർ രാജീവ് പമ്പയിൽ നിന്നുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ നിലവിലുള്ള പ്രതിസന്ധികളുടെ സമഗ്രമായ വാർത്ത പമ്പ നദീതീരത്തു നിന്നും പമ്പയിൽ നിന്നും നൽകിയിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് നിലയ്ക്കലാണ്. നിലയ്ക്കൽ എന്ന് പറഞ്ഞാൽ ശബരിമലയുടെ ബേസ് ക്യാമ്പാണ്. ആ ബേസ് ക്യാമ്പിൻ്റെ ഒരവസ്ഥയാണ് ഈ കാണുന്നത്. നമുക്കറിയാം, ഓരോ ദിവസവും 10,000 കണക്കിന് തീർത്ഥാടകരെത്തുന്ന ഈ ഒരിടത്തേക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ശബരിമലയുടെ ബേസ് ക്യാമ്പാക്കി പ്രഖ്യാപിച്ചതിന് ശേഷം അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായി ഒരുക്കണമെന്നുള്ള വലിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു, വലിയ പദ്ധതികളുണ്ടായിരുന്നു, വലിയ പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ ഒരു അവസ്ഥയാണ്. ഇനി കേവലം 5 മാസമാണ് വരുന്ന തീർത്ഥാടന കാലത്തിലേക്ക്, മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിലേക്ക് ഉള്ളത്. ഇവിടെയും യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ പ്രഖ്യാപിച്ച ഒന്നായിരുന്നു ഈ വിരിപ്പന്തൽ എന്നുള്ളത്. എത്ര ഭക്തർ വന്നാലും അവർക്ക് വിരിവെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഒരു വിരിപ്പന്തൽ മാത്രമാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. മറ്റ് വിരിപ്പന്തൽ, ഈ ദൃശ്യങ്ങളിൽ കാണാം, മറ്റ് വിരിപ്പന്തലുകളുടെ നിർമ്മാണം ഇപ്പോഴും ഇങ്ങനെ ഒച്ചിഴയും വേഗത്തിൽ മുന്നോട്ട് പോകുകയാണ്. എന്തായാലും അത് തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം. ഇത്തവണ ഈ നിർമ്മാണം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഇത് തുറന്നു കൊടുക്കുമെന്നാണ് ദേവസ്വം അധികൃതരൊക്കെ തന്നെയും പറയുന്നത്. എന്തായാലും ഈ കൃത്യമായി പറഞ്ഞാൽ ഈ മാസപൂജയ്ക്ക് മുമ്പ് തന്നെ ഈ ഭക്തരൊക്കെ തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇവർക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളടക്കം ഒരുക്കുന്നതിൽ ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഈ മണ്ഡലകാലത്തും ഇത്തരത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്തുമെന്നായിരുന്നു അധികൃതർ പറഞ്ഞിരുന്നത്. എല്ലാവിധ ക്രമീകരണങ്ങളും എല്ലാവിധ അവലോകന യോഗങ്ങളും ഒക്കെ തന്നെ തിരുവനന്തപുരത്ത് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. പക്ഷേ എങ്ങും ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയില്ല. രാവിലെ പമ്പയിൽ നിന്നുള്ള വിശദമായ വിവരങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇന്ന് നിലയ്ക്കലുള്ളതാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. എല്ലാ KSRTC ബസ്സുകളടക്കം ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പാർക്കിങ്ങിനുള്ള വിപുലമായ സൗകര്യങ്ങൾ ഇവിടെയാണ് ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് ഭക്തർക്ക് ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായത്. എന്തായാലും വലിയൊരു പ്രതിഷേധം തന്നെ ആണ് ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ ഈ വിഷയത്തിൽ നിന്നും ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ള ഒരു കാര്യം കൂടിയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും തിങ്കളാഴ്ച ഇവിടെ ഈ അവലോകന യോഗം ചേരാനുള്ള ഒരു തീരുമാനമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിഷേധത്തെ തുടർന്ന് എരുമേലിലെയും അതോടൊപ്പം തന്നെ ഏറ്റുമാനൂരിലെയും എല്ലാം തന്നെ ആ അവലോകന യോഗങ്ങൾ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ പ്രതിഷേധം ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് നാടെങ്ങും നടന്നു വരികയാണ്. നാമജപ ഘോഷയാത്രകളൊക്കെ തന്നെ നടന്നു വരികയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ അവലോകന യോഗം നടത്തിയ ആ ഒരു വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ അധികൃതർ പ്രത്യേകിച്ച് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ സർക്കാരിനെതിരെയും ദേവസ്വം ബോർഡിനെതിരെയൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് ഇത് ഒരു മണ്ഡലകാലത്തെ കാഴ്ചയിലെ എല്ലാ മണ്ഡലകാലത്തും നമ്മളിങ്ങനെ വരുമ്പോൾ ഈ ബേസ് ക്യാമ്പിലടക്കം പമ്പയിലടക്കം അതോടൊപ്പം തന്നെ മറ്റ് ഇടത്താവളങ്ങളുണ്ട്. എരുമേലി അടക്കമുള്ള ഇടങ്ങളിൽ ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ വരുന്ന കുറ്റകരമായ ഒരു അനാസ്ഥ, ഗുരുതരമായുള്ള ഒരു വീഴ്ച, അത് ഈ തീർത്ഥാടന കാലത്ത് എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തർക്ക് വലിയ പ്രതിസന്ധിയാകും ഉണ്ടാക്കുക. എന്തായാലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത്. അത് ഓരോ വർഷവും നമ്മളിങ്ങനെ വീഴ്ചകൾ അത് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ആ വീഴ്ചകൾ പരിഹരിക്കാനുള്ള ഒരു നടപടിയിലേക്ക് തന്നെയാണ് ഇനി അധികൃതരുടെ കണ്ണ് എത്തേണ്ടത്. എന്തായാലും സമയം ഏറെ വൈകിയിരിക്കുകയാണ്. ഇനിയെങ്കിലും അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യമാണ് ഭക്തജനങ്ങളും ഭക്തജന കൂട്ടായ്മകളും എല്ലാം തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഈ മണ്ഡലകാലത്തും എത്തുന്ന ലക്ഷക്കണക്കിന്
എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് അപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഇടപെടൽ, പ്രായോഗികമായ ഒരു ഇടപെടൽ, അത് ഭക്തർക്ക് ഉപകാരമാകുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ അത് സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലും എരുമേലിലും ഒക്കെ തന്നെ ഉണ്ടാകണം, മറ്റിടത്താവളങ്ങളിലും ഒക്കെ തന്നെ ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യമാണ് ഭക്തജനങ്ങളൊക്കെ തന്നെയും അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെയും മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ദേവിക.